കിടന്നു കൊടുത്തിട്ടാണോ അവസരം ലഭിക്കുന്നത്? എന്തോ എങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കഴിവുള്ളവൻ അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനയോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഞാൻ ചോദിച്ചതാണ്, സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടെ? അതായത് ഹന്നക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത്? ഒരുപാട് ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിന് എന്താണ് അഭിപ്രായം? മൈ ഫാമിലി ഈസ് വാച്ചിങ്, ഫാമിലി ഓഡിയൻസ് ആണ്, ഫാമിലി കണ്ടോണ്ടിരിക്കുന്നത്. സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഹൗ വിൽ യു ഫീൽ? ഞാൻ തിരിച്ച് നല്ലോണം റിയാക്ട് ചെയ്യും. അതെന്നെ ഈ പെൺകുട്ടിയും ചെയ്തിട്ടുള്ളൂ. താങ്കളൊരു പെൺകുട്ടിയാണ്, ഇവരൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ചോദ്യം കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടും. അങ്ങനെയാണെങ്കിൽ കിടന്നു കൊടുത്താൽ മാത്രം മതി. ചോദിക്കണ്ടേ? ഹന മിണ്ടാതിരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ റിപ്പീറ്റ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഷൗട്ട് ചെയ്യുന്ന ഹന എന്നോട് ഷൗട്ട് ചെയ്യാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ജസ്റ്റ് ചോദിച്ചതല്ലോ. ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഞാനിങ്ങനെ പറയാം, ഇച്ചിരിയെങ്കിലും മര്യാദ വേണം, ഇച്ചിരിയെങ്കിലും you have to have some അന്തസ്സ് എന്ന് പറയാം. ചീപ്പ് ചോദ്യങ്ങൾ you want to continue with cinema, you continue. Sorry, okay. Thank you for the interview. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല.